തിരികെ വാർത്തകളിലേക്ക്. പഴയ ആലുവ മൂന്നാർ റോഡ് തുറന്നുകൊടുത്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലം പൗരാവലി രംഗത്ത്. പഴയ പാതയിലൂടെ പ്രതീകാത്മകമായി നടത്തിയ യാത്രയിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ജനപ്രതിനിധികൾ പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തു. പഴയ ആലുവ മൂന്നാർ പൊതുമരാമത്ത് വകുപ്പ് റോഡ് തുറന്നു കൊടുക്കണമെന്ന് നാളുകളായി വലിയ ആവശ്യമാണ് ഉയരുന്നത്. റോഡ് തുറക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടമ്പുഴ, മാങ്കുളം ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിലാണ് ജനങ്ങൾ ഒത്തുചേർന്നത്. പൂയംകുട്ടിയിൽ നിന്ന് 1 കിലോമീറ്ററോളം ജനങ്ങൾ ഒത്തുചേർന്ന് പഴയ രാജപാതയിലൂടെ നടന്നു. വലിയ ജനപങ്കാളിത്തമാണ് പ്രതിഷേധ പരിപാടിയിൽ ഉണ്ടായത്. എംപിമാരായ കെ ഫ്രാൻസിസ് ജോർജ്, ഡീൻ കുര്യാക്കോസ്, MLA മാരായ ആന്റണി ജോൺ, മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ ജനകീയ പരിപാടിയിൽ ഒപ്പമുണ്ടായിരുന്നു. രാജപാത തുറന്നുകൊടുക്കുന്നതിനു വേണ്ടി പാർലമെന്റിൽ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഇക്കാര്യത്തിൽ ഡീൻ കുര്യാക്കോസിനൊപ്പം താനുമുണ്ടാകുമെന്ന് ഫ്രാൻസിസ് ജോർജ് MPയും ഉറപ്പ് നൽകി. ജനകീയ പരിപാടിയിൽ പങ്കെടുത്ത കോതമംഗലം രൂപത മുൻ മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പഴയ രാജപാതയിലൂടെ 70കളിൽ സഞ്ചരിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹിക സാമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവരും പരിപാടിക്കെത്തിയിരുന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഈ റോഡിന്റെ നവീകരണം ആവശ്യമാണ്. മാത്രമല്ല, റോഡ് തുറന്നു കിട്ടിയാൽ ഏറെപ്പേർക്കത് പ്രയോജനം ചെയ്യും. പാത തുറന്നു കിട്ടും വരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. നിയമപരമായിട്ടുള്ള ഇടപെടലിനൊപ്പം തന്നെ ജനകീയമായ മുന്നേറ്റങ്ങളിലാണ് ഇതുപോലുള്ള വിഷയങ്ങൾക്ക് വേഗത്തിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയും. ജനകീയ പാത തുറന്നു കൊടുക്കാനുള്ള പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്ന ജനപ്രതിനിധികൾക്ക് ജനങ്ങൾ നന്ദി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.